ആ ദൃശ്യങ്ങൾ എങ്ങനെ മറക്കാനാകും? രണ്ടാഴ്ച മുൻപ് സതാംപ്ടണിലെ റോസ് ബൗൾ സ്റ്റേഡിയത്തിലെ ഡഗൌട്ടിലിരുന്ന് വിതുമ്പിക്കരിയുന്ന വൈഭവ് സൂര്യവംശിയുടെ കുഞ്ഞുമുഖം ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും മനസ്സിൽ മായാതെയുണ്ടാകും. ഇതിനു മുൻപ് ഇങ്ങനെയൊരു വൈഭവിനെ നമ്മൾ കണ്ടിട്ടില്ല. എവിടെയും എപ്പോഴും കോൺഫിഡൻസ് പ്രകടിപ്പിച്ച, തനിക്ക് നേരെയെത്തുന്ന വേഗപ്പന്തുകളെ നിഷ്കരണം ഗാലറിയിലേക്ക് പറത്തിയ വൈഭവ് പക്ഷേ പോയ ആഴ്ചയിൽ തീർത്തും നിരാശനായിരുന്നു. ഒരു മത്സരം പോലും ജയിക്കാതെ ഇംഗ്ലീഷ് മണ്ണിൽ നിന്ന് ഇന്ത്യ തലതാഴ്ത്തി മടങ്ങിയത് മുതൽ തൻ്റെ പതിവ് ഫോം തുടരാനാവാത്തത് വരെ കുഞ്ഞു വൈഭവിനെ തളർത്തി. രാജ്യാന്തര ക്രിക്കറ്റിലേക്കുള്ള എൻട്രി ഇന്ത്യയുടെ കൗമാര സെൻസേഷനെ സംബന്ധിച്ച് ഒട്ടും പോസിറ്റീവായിരുന്നില്ല. IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലും റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് പുതിയ ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്ത ഇന്ത്യൻ ഓപ്പണർക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന ദയനീയ കാഴ്ച. ഷോട്ട് സെലക്ഷനിലടക്കം നിരന്തരം പാളിച്ചകൾ. നീലക്കുപ്പായത്തിലെ ആദ്യ മത്സരത്തിൽ നേടാനായത് 14 റൺസ്. പരമ്പരയിൽ വീണ്ടും 2 തവണ കൂടി അവസരം ലഭിച്ചെങ്കിലും വലിയ സ്കോറിലേക്ക് മുന്നേറാനായില്ല. ജോഫ്ര ആർച്ചറിന്റെ കെണിയിൽ ഇന്ത്യൻ ഓപ്പണർ നിരന്തരം വീണു. ഇതോടെ 5ാം ഏകദിനത്തിൽ താരത്തെ മാറ്റി നിർത്താനുള്ള കടുത്ത തീരുമാനവും മാനേജ്മെന്റ് കൈക്കൊണ്ടു. എന്തുകൊണ്ട് വൈഭവിനെ ഒഴിവാക്കി? മുൻ താരങ്ങളടക്കം ഈ ചോദ്യമുയർത്തി രംഗത്തെത്തിയതാണ് പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത്. 3 മത്സരങ്ങൾ കൊണ്ട് വിലയിരുത്തപ്പെടാവുന്ന താരമല്ല അവനെന്നും ഏവരും ഒരേ സ്വരത്തിൽ വാദിച്ചുകൊണ്ടേയിരുന്നു. ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ഒപ്പം നിൽക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ടീനേജർക്കെതിരെ കടുത്ത വിമർശനങ്ങളും ഉയർന്നുകൊണ്ടേയിരുന്നു. ദേശീയ ടീമിലേക്ക് താരത്തെ പരിഗണിക്കാൻ സമയമായില്ലെന്നായിരുന്നു പ്രധാന വിമർശനം. തൻ്റെ പോസ്റ്റിന് താഴെ വരുന്ന ഇത്തരം കമന്റുകൾ വളരെ പ്രയാസമുണ്ടാക്കിയെന്ന് ഒരു വേള വൈഭവ് തുറന്നു പറയുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യൻ ടീം ഹരാരയിൽ പറന്നിറങ്ങുമ്പോഴും വാർത്താ തലക്കെട്ടുകളിൽ ഈ ഇടംകയ്യൻ ബാറ്റർ തന്നെയായിരുന്നു. ഇതിനിടെ തൻ്റെ ഫോമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും താരം സമയം കണ്ടെത്തി. കഴിഞ്ഞ 4 മത്സരത്തിനിടയിൽ ധാരാളം ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ക്രിക്കറ്റിൻ്റെ ഭാഗമാണ്. അത് തുടർന്നു കൊണ്ടേയിരിക്കും. എന്നാൽ ഞാൻ എൻ്റെ പ്രയത്നം 100% നൽകുക തന്നെ ചെയ്യും. BCCI TV-ക്ക് നൽകിയ അഭിമുഖത്തിൽ വൈഭവിൻ്റെ വാക്കുകൾ ഇതായിരുന്നു. ആ വാക്കുകളിലെ മൂർച്ചയാണ് ഇന്നലെ ഹരാരെ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ആരാധകർ കണ്ടത്. തൻ്റെ പ്രതിഭയെ സംശയിച്ചു തുടങ്ങിയവർക്ക് മുൻപിൽ കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യൻ ഇന്നിംഗ്സിലെ 2ാം ഓവർ. സിംബാബ്വെ പേസർ റിച്ചാർഡ് എൻഗരവ അതിവേഗ സ്വിംഗ് ഡെലിവറിയിലൂടെയാണ് വൈഭവിനെ വരവേറ്റത്. ഡോട്ട് ബോൾ. എന്നാൽ 2ാം പന്തിൽ വൈഭവ് വിശ്വരൂപം പൂണ്ടു. എൻഗരവയുടെ ലെങ്ത് പന്ത് പിക്ക് ചെയ്ത വൈഭവ് ബാക്ക്വേർഡ് സ്ക്വയറിലൂടെ ഗാലറിയിലേക്ക് തഴുകി വിട്ടു. തൊട്ടടുത്ത പന്തിൽ എക്സ്ട്രാ കവറിലൂടെ 4. അടുത്ത പന്ത് ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങി ലോങ് ഓഫിലൂടെ വീണ്ടും ഗാലറിയിലേക്ക്. മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ആ 3 പന്തുകൾ മാത്രം മതിയായിരുന്നു. ആ ഓവറിൽ ആകെ ഇന്ത്യൻ സ്കോർ ബോർഡിൽ ചേർന്നത് 20 റൺസ്. ബ്ലെസ്സിംഗ് മുസറബാനിയുടെ തൊട്ടടുത്ത ഓവറിൽ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും വൈഭവ് ഇന്ത്യൻ തുടർന്നുകൊണ്ടേയിരുന്നു. വൈഭവിനെ മടക്കാൻ സിംബാബ്വെ നായകൻ സിക്കന്ദർ റാസ തൊട്ടടുത്ത ഓവർ ഏൽപ്പിച്ചത് ഓൾറൗണ്ടർ ബ്രാഡ് ഇവാൻസിനെ. എന്നാൽ ആദ്യ പന്തു തന്നെ ബൗണ്ടറിയിലേക്ക് പറത്തിയ ഇന്ത്യയുടെ ഇടംകയ്യൻ ബാറ്റർ നയം വ്യക്തമാക്കി. ആ ബാറ്റിൽ നിന്ന് റൺസ് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. സിംബാബ്വെ നായകൻ ആവനാഴിലെ അസ്ത്രങ്ങൾ മാറ്റി മാറ്റി പരീക്ഷിച്ചെങ്കിലും ഹരാരയിൽ എല്ലാം നിഷ്പ്രഭമായി. പവർ പ്ലേ ഓവർ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ 66ലേക്ക് കുതിച്ചു. വൈഭവിന്റെ വ്യക്തിഗത സ്കോർ 48-ലും. പവർ പ്ലേക്ക് ശേഷമുള്ള ആദ്യ പന്തിൽ വൈഭവ് തന്റെ കന്നി അർദ്ധ സെഞ്ചുറിയിലേക്കും മുന്നേറി. സ്വതസിദ്ധമായ ശൈലിയിൽ കെട്ടിപ്പടുത്തൊരു മനോഹരമായ ഇന്നിംഗ്സ്. വൈഭവ് മടങ്ങിയ ശേഷം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഇഷാൻ കിഷനും ചേർന്ന് ഇന്ത്യയെ അനായാസം വിജയത്തിലേക്ക് എത്തിച്ചു. T20 രാജ്യാന്തര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഹരാരയിൽ വൈഭവ് സ്വന്തമാക്കി. ഇന്നലെ 50ലേക്ക് കുതിക്കുമ്പോൾ 15 വയസ്സും 118 ദിവസവുമായിരുന്നു ഈ ബീഹാറുകാരൻ്റെ പ്രായം. ഇന്ത്യൻ ഓപ്പണറെ സംബന്ധിച്ച് ഭാഗ്യഗ്രൗണ്ട് കൂടിയാണ് ഹരാരെ. ഈ വർഷം ജനുവരിയിൽ നടന്ന അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ 80 പന്തിൽ 175 റൺസ് അടിച്ചെടുത്തതും സിംബാബ്വെയിലെ ഇതേ മൈതാനത്തായിരുന്നു. ഫൈനലിലെ അതിവേഗ സെഞ്ചുറി ഉൾപ്പെടെ നിരവധി നേട്ടങ്ങളാണ് അന്ന് വൈഭവ് സ്വന്തം പേരിൽ കുറിച്ചത്. വൈഭവിന്റെ വിസ്ഫോടന ബാറ്റിങ്ങിനൊപ്പം ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന നിരവധി കാര്യങ്ങളാണ് ഇന്നലെ ഒരൊറ്റ മത്സരം സമ്മാനിച്ചത്. ലോകകപ്പ് ഫൈനൽ വിജയത്തിന് പിന്നാലെ തുടർച്ചയായ 6 തോൽവികൾക്ക് ശേഷമാണ് സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ ഇന്ത്യയുടെ വിന്നിംഗ് മൊമെന്റ് തെളിഞ്ഞത്. അയർലൻഡ് സീരീസ് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെയും നിലം തൊട്ടിരുന്നില്ല. സൂര്യകുമാറിൽ നിന്നും T20 ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം നേടിയ ആദ്യ ജയം ശ്രേയസ് അയ്യർക്കും ആശ്വാസം നൽകുന്നതായി. സിംബാബ്വെക്കെതിരെ മയങ്ക് യാദവ്, പ്രിൻസ് യാദവ്, അശോക് ശർമ്മ എന്നിവരടങ്ങിയ യങ് പേസ് നിര അവസരത്തിനെത്തുയർന്നതും പോസിറ്റീവായി. 4 ഓവറിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്ത സ്പീഡ് ഗൺ മയങ്കിന്റെ രാജ്യാന്തര ക്രിക്കറ്റിലേക്കുള്ള കംബാക്ക് കൂടിയായി ഈ മത്സരം. സിംബാബ്വെക്കെതിരായ വിജയം ഇത്ര ആഘോഷിക്കേണ്ടതുണ്ടോ? വിമർശകർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതാണ്. ഇംഗ്ലണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ സിംബാബ്വെ കരുത്തരല്ലെന്നത് ശരിയാണ്.
എന്നാൽ സമീപകാലത്തെ സിംബാബ്വെയുടെ പ്രകടനം ഒട്ടും മോശമല്ലെന്നതാണ് സത്യം. ഈ വർഷം ആദ്യം നടന്ന T20 ലോകകപ്പിൽ ഓസ്ട്രേലിയയെ ഞെട്ടിച്ചവരാണ് സിക്കന്ദർ റാസയും സംഘവും. പിന്നാലെ ശ്രീലങ്കയ്ക്കെതിരെയും അട്ടിമറി ജയം സ്വന്തമാക്കി. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ഏകദിന പരമ്പരാ നേട്ടവുമായാണ് സിംബാബ്വെ ഇന്ത്യക്കെതിരെ T20യിലേക്ക് എത്തിയത്. സിക്കന്ദർ റാസക്കൊപ്പം ബ്ലെസിംഗ് മുസറബാനി, ബ്രയാൻ ബെന്നറ്റ് ഉൾപ്പെടെ മികച്ച താരനിരയും കരുത്തായുണ്ട്. നിരാശയുടെ 2 പരമ്പരകൾക്ക് ശേഷം ഇന്ത്യ വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ശ്രേയസ് അയ്യർക്ക് കീഴിൽ പുതിയൊരു യുഗത്തിലേക്ക് മുന്നേറാൻ ഇന്ത്യക്കാകുമോ? കാത്തിരുന്നു കാണാം.